സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം തൊട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മെറിറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടി, അന്വേഷണത്തെ വരെ തകിടം മറിക്കാൻ വേണ്ടി കുറേ വ്യാജ ആരോപണങ്ങളായിട്ട് കുറേ എണ്ണത്തിൽ രംഗത്തിറക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അത് വളരെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്നൊരു ചാന്ത് പൊട്ട് രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്ര ഉന്നയിച്ച ആരോപണം സത്യസന്ധമാണ്. അത് മലയാളി ഡോക്യുമെൻ്ററി സംവിധായകനായിട്ടുള്ള ജോഷി ജോസഫിന് കൃത്യമായിട്ട് ബോധ്യമുള്ള കാര്യമാണ്. അത് ആ കാലത്ത് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞാണ്. അതേസമയം രഞ്ജിത്തിന് അങ്ങനത്തെ ചില ഡിസോർഡറുകളുണ്ട്. രഞ്ജിത്ത് നല്ല കഴിവുറ്റ പ്രതിഭാധനായിട്ടുള്ള സംവിധായകനാണ്. രേവതിയുമായിട്ട് വലിയ സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്നതാണ്. ലിവിങ് ടുഗദറിലേക്ക് പോയിരുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ആൽക്കഹോളിക് ഡിസോർഡർ എന്ന് പറയുന്നത് വലിയ കുഴപ്പമാണ്. ഇപ്പോൾ ഈ ഒരു ചാന്ത് വിട്ട് വന്നിട്ട് വർത്തമാനം പറയാം. അവൻ തന്നെ അവനെ വിശേഷിപ്പിക്കുന്നത് ഗേൾസിന് മാത്രമല്ല ബോയ്സിനും ബുദ്ധിമുട്ടുണ്ട്. ഇവൻ ബോയും അല്ലാന്നേ. അത് എഴുതിയിട്ട് ഭിന്നലിംഗക്കാരാകുന്നത്, ട്രാൻസ്ജെൻഡേഴ്സ് ആവുന്നത് കുഴപ്പമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ട്രാൻസ്ജെൻഡേഴ്സിൽ കമ്മ്യൂണിറ്റിപ്പെട്ട കുറേ പേര് ഇന്ന് പരസ്യമായി ലൈംഗിക വ്യാപാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. എനിക്കിപ്പോൾ അവരുടെ ജില്ലാ പ്രസിഡന്റിനെ അറിയാം, ഇവിടുത്തെ അവരുടെ അസോസിയേഷൻ്റെ, അതേപോലെ തന്നെ അരുണിമയെ അറിയാം, എല്ലാവരെയും അറിയാം. പക്ഷേ എന്നാൽ തന്നെ ആലുവിൽ തന്നെ ഇവർ തമ്മിൽ കിടന്നിട്ട് എൻ്റെ ക്ലയൻറ്റിനെ നീ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവളടുത്ത് സ്ഥിരം ഇവൻ്റെ അടുത്തോ ഇവളാണോ ഇവനാണോ എന്നുള്ള അറിയില്ലല്ലോ, സ്ഥിരം പോകുന്ന ആൾക്കാരെ വേറൊരാൾ ആ ആളെ മറ്റൊരു വേറെ ട്രാൻസ്ജെൻഡർ ക്യാൻവാസ് ചെയ്ത് അവരുടെ കയ്യിലാക്കിയതുകൊണ്ട് തമ്മിൽ അടി കൂടുന്നതിൻ്റെ ദൃശ്യങ്ങൾ വരെ നമ്മളെടുത്തിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഒരു കൾച്ചറിലേക്ക് പോകുന്നത്. എന്നാൽ വളരെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, അഭിമാനബോധമുള്ളവർ. ഒരാളുടെ ഈ ലൈംഗികമായ അസ്തിത്വം വേറൊന്നാവുന്നതിനകത്ത് കുഴപ്പമൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാൻ പറയുന്ന ആദില നൂറ എന്ന് പറയുന്ന കുട്ടികൾക്ക് പോലും അതിലൊരാൾക്ക് പ്രായം കൂടുതലാണെങ്കിൽ പോക്സോ കേസാണ്. രണ്ടുപേരും +1 പഠിക്കുമ്പോൾ തമ്മിൽ തന്നെ രണ്ടുപേരും സെക്ഷൽ ലൈഫിലേക്ക് പോയി. +2 പഠിക്കുമ്പോൾ 18 വയസ്സായിട്ടില്ല. കൃത്യമായിട്ടുള്ള അവർക്ക് വേണ്ട കൗൺസിലിംഗ് കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെ ലൈഫ് തിരഞ്ഞെടുത്തത്. എന്താണ് അതിന് കിട്ടാൻ പോകുന്നത്? പൂർണ്ണതയിലേക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തില്ല. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് മാനസിക വൈകൃതം കൂടി അതിനകത്ത് കുറേ പേർക്കുണ്ട്. എനിക്ക് പേഴ്സണൽ അനുഭവങ്ങളുണ്ടെന്നേ. ഇപ്പോൾ ഈ ചെറുക്കെന്നോ പെണ്ണെന്നോ ഒന്നും പറയാൻ പറ്റാത്ത ഈ ചാന്തുവിട്ട് പറയുന്നത് രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം എന്ന് പറയുമ്പോൾ രഞ്ജിത്തിനെതിരെയുള്ള യഥാർത്ഥ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റിവിടാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ നഗ്ന ഫോട്ടോ എടുത്ത് രേവതിക്ക് അയച്ചു കൊടുത്തത്. പെണ്ണുങ്ങൾക്കൊരു നഗ്ന ഫോട്ടോ കണ്ടിട്ട് ഒരു സാധനം തോന്നൂല. നഗ്ന ഫോട്ടോ കണ്ടിട്ട് ഈ സാധനം കണ്ടിട്ട് ഈ അവയവം കണ്ടിട്ട് ഒന്നും തോന്നില്ല. അവർക്കൊക്കെ നെഞ്ച്, കഴുത്ത്, തലയോർത്തിയുള്ള നിൽപ്പ്, അതൊക്കെ തന്നെയാണ്. നെഞ്ചിലുള്ള രോമം, ഇതൊക്കെ തന്നെയാണ് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആകർഷിക്കുള്ളൂ. അല്ലാതെ വേറൊന്നും ആകർഷിക്കില്ല അവരെ. അതിൽ തന്നെ അവർക്ക് അതിൽ നിന്ന് ലൈംഗികമായിട്ടുള്ള ഒരു സംതൃപ്തി കിട്ടൂല. തിരിച്ച് പുരുഷനാണെങ്കിൽ അതൊക്കെ കിട്ടും. ഒരു പെണ്ണിൻ്റെ മാറുടെ മരക്കെട്ട്, വയറ്, കഴുത്ത് ഒക്കെ കണ്ണ് ഒക്കെ എല്ലാം ഇമ്പോർട്ടൻ്റാണ്. ആ പെണ്ണിനും തിരിച്ച് കണ്ണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു സ്ഥാനത്തെക്കുറിച്ച് ഒരു ബേസിക്സ് നോളജ് പോലും ഇല്ലാതെ ഈ മാധ്യമങ്ങൾ, ഊളകൾ, മെയിൻ സ്ട്രീം മീഡിയകൾ ഇതിങ്ങനെ റിപ്പോർട്ട് ചെയ്യുക. ഇവരെയൊക്കെ എന്തിനാണ് സെലിബ്രിറ്റി ആക്കണേ? ഇവനെന്താ പറഞ്ഞിരിക്കുന്നത്? ഇവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്ന് ആലോചിച്ചു. ഈ ചാന്തോട്ട് പറഞ്ഞിരിക്കുന്നത് ഇവൻ ആദ്യം പറയുന്നത് ഇപ്പോൾ സോണിയ മൽഹാറും ജസ്ന സലീം ഒക്കെ പറഞ്ഞ മാതിരിയാ. ജസ്ന സലീം, സോണിയ മൽഹാറൊക്കെ പറഞ്ഞ എങ്ങനെയാണ്? എന്നെ അവൻ പീഡിപ്പിച്ച് ഒരു 1.5 പീഡനമായിരുന്നു. എൻ്റെ ചുണ്ടിനമർത്തി ചുമിച്ചു, എന്നെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു, എൻജോയ് ചെയ്തിട്ടാണ് പറയണേന്നേ. എന്നിട്ട് ഈ സോണിയ തന്നെയാണ് ദിലീപിനെ പുകഴ്ത്തിയും പറയുന്നത്. അതായത് ദിലീപ് ഏർപ്പാടെടുത്തതിന് പൈസ കൊടുത്തു, മറ്റൊരു അവൾ പറഞ്ഞ പൈസ കൊടുത്തില്ല, അത്രയേ ഉള്ളൂ സാധനം. പാരമവേശ്യകളായിട്ടുള്ള ഇവരൊക്കെ പറയുന്ന വർത്തമാനങ്ങൾ കേട്ട് നിൽക്കരുത്. ജസ്ന സലീം സംഖ്യകൾ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുക. അവളെന്തോ വലിയ ഭൂലോക സംഭവം. അവളെ ചരിത്രം മുഴുവൻ ഞാൻ പിന്നീട് വേറെ സ്റ്റോറിക്കകത്ത് പറയാം. എല്ലാ ഡോക്യുമെൻറ്റ്സും എൻ്റെ കയ്യിലുണ്ട്. അവൾ നടത്തിയിട്ടുള്ള എല്ലാ ഹണി ട്രാപ്പ് കേസുകളും ബാക്കിയുള്ളത് എല്ലാം എടുത്തിട്ട്, അതായത് വിധിപ്പകർപ്പുകൾ വരെ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. സംഖ്യകൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന സംഖ്യകൾ വളരെ സൂക്ഷിച്ചോ. പൊട്ടൻ ഷിറ്റുകോവിയും സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കിളിച്ചോണ്ട് ഇങ്ങനെ
എൻ്റെ അയാൾ അങ്ങനെ കയറി പിടിച്ചു. എന്നിട്ട് പിന്നെ അയാൾ എന്നെ പിടിച്ച് കട്ടിൽ കിടത്തി, പിന്നെ അയാൾ എന്നെ പിടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തൊരു എൻജോയ്മെൻറ്റാണ് ആ വർത്തമാനത്തിനകത്ത്. തോന്നിവാസികൾ ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ പറയാം. 2021 2023 ട്രെയിൻ യാത്രയ്ക്കിടെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഞാനപ്പം പിന്നെ രാജറാണി എക്സ്പ്രസ്സിൽ വരികയാണ്. 9:30 അവിടെ നിന്ന് 9:30 8:50 കണ്ട 9:00 തോന്നുന്നു. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കയറി ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ പിന്നെ നിലമ്പൂരേക്കാണ് പോകുന്നത്. ഞാൻ സ്വപ്നം കാണാണ് എന്നെ ഒരാൾ പിന്നെ വല്ലാതെ ലൈംഗികമായി സന്തോഷിപ്പിക്കുന്നതായിട്ട്. പെട്ടെന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ എന്തറിയോ, ഈ ചാന്തോട്ട് കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാൾ വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ നിൽക്കുക. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ്. ഞാൻ പെട്ടെന്ന് ഒച്ച ഉണ്ടാക്കി. അപ്പം താഴത്തെ ബർത്തിലുള്ള ഉണർന്നപ്പോൾ എന്നെ പറഞ്ഞ് ചേട്ടാ അറിയാതെ ചെയ്തു പോകാം, എനിക്ക് പിന്നെ തെറ്റുപറ്റി എന്ന് തോന്നുന്നു, ബഹളം ഉണ്ടാക്കല്ലേ എന്ന് തോന്നുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല, നല്ല ഉറക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ആൾ ഞാനിപ്പോൾ പിന്നെ ഭയങ്കര മെൻ്റലി ഡിപ്രസ്ഡായി. അത് കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ് എൻ്റെ ഉറക്കം പോയല്ലോ. ഉറക്കം പോകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല ഉറക്കത്തിൻ്റെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴോ 1.5 മണിക്കൂറായിട്ടുള്ളൂ. എനിക്ക് തന്നെ കൊല്ലം കഴിഞ്ഞ് വല്ല പിന്നെ ചെങ്ങന്നൂർ എത്തിയിട്ടുണ്ടാവുള്ളൂ. എനിക്ക് സ്ഥലം ഓർമ്മയില്ല. ഞാൻ നേരെ വാഷ്റൂമിലേക്ക് വരും സിഗരറ്റ് വിളിക്കാൻ നിന്നിട്ട്. അപ്പോൾ ഇയാൾ വാഷ്റൂമിൻ്റെ അവിടെ ട്രെയിനിൻ്റെ ഡോറിലെടുത്തിക്കുക. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇയാളെന്ന് പറയാൻ പറ്റില്ല, ഒരു പെൺവേഷമൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്, ഭയങ്കര ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഇവനെ പോലെ തന്നെ. ഇവിടെ ലിപ്സ്റ്റിക്ക് ഇട്ട് മാധ്യമങ്ങൾക്ക് പിന്നെ മുമ്പിൽ സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒന്ന് ഡോക്ടർ റോബിൻ, ബിഗ് ബോസ് എന്ന് ഇറങ്ങി വന്ന്, പിന്നെ ഒരു സീക്രട്ട് ഏജൻറ്റ്. അപ്പോൾ ഫുള്ള് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. എനിക്കറിയില്ല ഇവർക്ക് എന്തിൻ്റെ കുഴപ്പമാണെന്നുള്ളത്. ഫുള്ള് ലിപ്സ്റ്റിക്ക് ഇട്ടിങ്ങനെ നിൽക്കുക. അത് പൊതുവെ ആണുങ്ങളങ്ങനെ ചെയ്യാറില്ല പൊതുവെ. ഇനി ഇട്ടോട്ടെ, അവരൊക്കെ ഇഷ്ടം. പക്ഷേ അതിനൊരു ലിമിറ്റ് വെക്കണം. ലിപ്സ്റ്റിക്കാണ് ഇട്ടതെന്നുള്ളത് തോന്നിപ്പിക്കാതെ പിന്നെ അവൻ്റെ സ്വാഭാവികമായ ചുണ്ടുകളുടെ നിറം അതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വല്ല ലിപ്സ്റ്റിക്കും അവൻ ഇടണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. സീക്രട്ട് ഏജൻറ്റും ഡോക്ടർ റോബിനും മാത്രമാണ് അങ്ങനെ ഇട്ട് നടക്കണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. സിനിമാ നടന്മാർ പോലും ഇടുന്നില്ല. അതുകൊട്ടെ, നമ്മുടെയൊക്കെ ചുണ്ടു അത്യാവശ്യം കറുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കറുത്താണ്. കാരണം സിഗരറ്റ് വിളിക്കുന്ന വലിയ ഘടകമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ കക്ഷി അവിടെ ഇരിക്കുക, പെൺവേഷം കെട്ടിട്ടിരിക്കുന്നത്. അപ്പം എനിക്ക് പേടി. കാരണം അയാളോട് സംസാരിക്കാൻ ശ്രമിച്ചു. അപ്പം എനിക്ക് ഒരു സംശയം തോന്നിയത്, ഞാനിതിൽ അനുവദിക്കാതിരുന്നതിൽ. ഇവൻ ഫ്രൂട്ടിങ് ആണല്ലോ നടത്തുന്നത്, ഓറൽ സെക്സ് ആണല്ലോ നടത്തുന്നത്. അവനത് മതി. അപ്പോൾ അവനല്ല, അവനാണോ അവളാണോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. എന്നോട് പറഞ്ഞോ, സാറേ ഡിമാൻഡ് ചെയ്യുന്നത്ര സെമൻ വേണം എന്നുള്ളതാണ്. പുരുഷ ബീജം കുടിക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഈ രീതിയിലുള്ള മാനസിക വൈകൃതമുള്ള ആൾക്കാരുണ്ട്. എനിക്ക് ഈ ചെറുക്കനെയാണോ പെണ്ണാണോ എന്നുള്ളത് അറിയില്ല. രഞ്ജിത്തിനടുത്ത് പോയവരെയും അവനെയും അതേ കൂട്ടത്തിലേ ഞാൻ കാണുന്നുള്ളൂ. അവൻ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്ത് പോയതാണ്. പിന്നെ ഒരു മനുഷ്യൻ എന്നോടത്ത് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ബാത്റൂം പോയിട്ട് സിഗരറ്റ് പിടിച്ചിട്ട് തിരിച്ചു വന്നു. കൈകുപ്പി കാണിച്ചു, എന്നെ പുറത്ത് വിടണമെന്ന് പറഞ്ഞു. കാരണം ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനൊന്നും പോകാനൊന്നും ഗുസ്തി പിടിക്കാനൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇത് ഒരു വട്ടമല്ല, പലവട്ടം ആവർത്തിക്കപ്പെടണം. അതായത് ഇത്തരം ഈ കുണ്ടൻ കേസുകളുടെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന് പറയുന്നത് മലപ്പുറവും പിന്നെ കോഴിക്കോടും ഒക്കെയാണ്. താനൂർ, പൊന്നാനി, കൊണ്ടോട്ടി, മഞ്ചേരി, അതേപോലെ തന്നെ തിരൂർ, താനൂർ, ബേപ്പൂർ തുടങ്ങിയിട്ടുള്ള ഈ മലബാർ മേഖലകളിലാണിത്. പിന്നെ ഈ രാജ്യം വിട്ടു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ പട്ടാണികളുടെ ഇടയിൽ പാകിസ്ഥാനിലൊക്കെ ഇതിൻ്റെ ഉസ്താദുമാർ കുറയാ, ഒമാനിൽ ഇതിൻ്റെ ഉസ്താദുമാർ കുറയാ. എനിക്കറിയാലോ, എനിക്ക് ഈ സൂരികൾ എന്ന് പറഞ്ഞാൽ സിറിയക്കാർ, അവർ വന്നു കഴിഞ്ഞാൽ ഈ നേപ്പാളികളുടെയും ഫിലിപ്പീനികളുടെയും പുറകെ ഇങ്ങനെ അവർക്ക് പെപ്സി വാങ്ങിച്ചു കൊടുക്കും, ഇങ്ങനെ ട്യൂൺ ചെയ്യാൻ നോക്കുക. ഏത് ആമ്പിള്ളേരെന്നല്ല പുരുഷന്മാരെ. അത് ഈ മിസ്രികൾക്കുണ്ട്, ഈജിപ്ഷ്യൻസിനുമുണ്ട്. അറബികൾക്ക് മൊത്തത്തിലുള്ള ക്യാരക്ടറാണത്. അവർക്ക് ഇതിനകത്താണ് ഏറ്റവും വലിയ താല്പര്യമുള്ളത്, സ്വന്തം ഭാര്യയോട് താല്പര്യമില്ല. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു വളരെ അടുത്ത സുഹൃത്തിൻ്റെ കഥ എനിക്കുണ്ട്. അയാൾ ഒരു പയ്യനെ ഓട്ടോ ഡ്രൈവറായിരുന്ന മഞ്ചേരി ആമീറിലുള്ള ചെറുപ്പക്കാരനെ കുറേ കാലം കൊണ്ടു നടന്നു. അവനെന്ന് വെച്ചാൽ ജീവിതത്തിലെ ഗതിയിലുണ്ട്, അവന് ഇഷ്ടംപോലെ ട്രിപ്പ് കിട്ടുന്നുണ്ട്. കാരണം ഇയാൾ ഭയങ്കര മരവ്യവസായിയാണ്. കുഞ്ഞാൻ എന്നാണ് അയാളുടെ പേര്. അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അവനിപ്പോഴും എൻ്റെ സുഹൃത്താണ്. അവൻ്റെ ഭാര്യയെ അറിയാം, അവൻ്റെ കുഞ്ഞുങ്ങളെ അറിയാം, ഒക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവൻ്റെ ജ്യേഷ്ഠന്മാരെ അറിയാം, ജ്യേഷ്ഠന്മാരെ മക്കളെ അറിയാം, ഒക്കെ അറിയാം. അപ്പോൾ അവനെ ഇങ്ങനെ കൊണ്ടു കടന്നിട്ട്
വേറെ കോൺഗ്രസ് നേതാവും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവർ ഈ ഓട്ടം കിട്ടുന്നതുകൊണ്ട് ഇവരിന്ന് വഴങ്ങി കൊടുത്തു. കാരണം അവർ ഓട്ടം എടുത്താൽ വേറെ ഓട്ടത്തിൽ ട്രിപ്പിനും പോകണ്ട, സ്റ്റാൻഡിൽ നിർത്തണ്ട, ഇയാളുടെ ഓട്ടം തന്നെ മതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാൽ. കൊടുത്ത ഓഫർ എന്ന് വെച്ചാൽ ഇവനെ അയാൾ ഉപയോഗിക്കുക, അയാളുടെ ഭാര്യയെ ഇവൻ ഉപയോഗിക്കുക, അയാൾ വീട്ടിലുണ്ടാകുമ്പോൾ അയാളുടെ ഭാര്യയായിട്ട് ഇവൻ സെക്സിൽ ഏർപ്പെടുക. ഇമാതിരി ലൈംഗിക വൈകൃതമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ ഫാക്റ്റാണ്, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയണേ, ചുമ്മാ പറയണതല്ല. പിന്നെ ഈ ചാന്തുപൊട്ട് പിന്നെ പറഞ്ഞിരിക്കുകയാണ് രേവതിക്ക് ഫോട്ടോ അയച്ചു കൊടുത്തത്. ഞാൻ പറഞ്ഞില്ല, അതിനകത്തൊന്നും യാതൊരു കഴമ്പുമില്ലാന്നേ. ഇവൻ ആരും ഇറക്കിയതാ, ഇവൻ അങ്ങോട്ട് പോയിട്ട് പ്രലോഭിച്ചിട്ടുണ്ടാവും. പിന്നെ ഇവൻ ഫ്രൂട്ടിസ്റ്റ് ആയിരിക്കും, നന്നായിട്ട് ഓടക്കോളിൽ വായിക്കാൻ അറിയാം, അതുകൊണ്ട് അവൻ്റെ കഴിവ് അവിടെ വൈദഗ്ധ്യം അവിടെ തെളിയിച്ചിട്ടുണ്ടാവും. അത് ഒരു പിന്നെ ആൽക്കോളിക് ഡിസോർഡറിൽ നിൽക്കുന്ന ഒരു മനുഷ്യനടുത്ത് അത്രയും പറ്റുള്ളൂ. അയാളെ ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ അത്യാവശ്യം മദ്യപിക്കുന്ന ആളാണ്. ഞാൻ ഏതെങ്കിലും ഫംഗ്ഷൻ പോയിട്ട് ഓവറായിട്ട് മദ്യപിച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ഭാര്യയായിട്ട് ആ ദിവസം രാത്രി ഞങ്ങൾ പിന്നെ സെക്ഷൽ റിലേഷനിലേക്ക് പോകാറില്ല. പക്ഷേ വെളുപ്പിനെ ഉണരുന്ന സമയത്തായിരിക്കും നമ്മൾ തമ്മിൽ ഉണ്ടാകുക. ആ സമയം 2 പേക്ക് അടിച്ചിട്ടോ 3 പേക്ക് അടിച്ചിട്ടോ നമ്മൾ സെക്ഷൽ റിലേഷനിലേക്ക് പോയാൽ ഒരു ദിവസം തന്നെ നമുക്ക് 2 പ്രാവശ്യമെങ്കിലും മിനിമം നമുക്ക് അതിലേക്ക് പോകാൻ പറ്റും. ഇതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരല്ലേ മലയാളികൾ മുഴുവൻ. അവരുടെ ആ മലയാളികളുടെ മുമ്പിലേക്കാണ് ഈ എച്ചിൽ കൊണ്ടിട്ട് ഇട്ടിരുന്നത് ഇവൻ്റെ ചടതിൽ, ഇവൻ്റെ വൃത്തികേട്. എങ്ങനെയാണ് അത് സാധിക്കണേ? അടിച്ച് പിമ്പിരിയായിട്ടിരിക്കുകയായിരുന്നു പറഞ്ഞു. പിന്നെ ഇവൻ്റെ അടുത്ത് പിന്നെ എന്താ രഞ്ജിത്തിന് എന്താ ക്ഷാമമുണ്ടോ? രഞ്ജിത്ത് വുമണൈസറാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും, ബേസിക്കലി അത് ഞാൻ സമ്മതിക്കും. രഞ്ജിത്തിന് എന്താ പെണ്ണുങ്ങളെ കിട്ടത്തുണ്ടോ ഈ ചാന്തുകൂട്ടിൻ്റെ പുറകെ പോണേ? അവൻ അങ്ങോട്ട് പോയിട്ട് രഞ്ജിത്ത് ബോധമില്ലാതെ കിടന്ന സമയത്ത് അവൻ അങ്ങോട്ട് പോയിട്ട് ഫ്രൂട്ടിസ്റ്റായിട്ട് ഇവൻ പോയിട്ട് ഓറൽ സെക്സ് ചെയ്തിട്ടുണ്ടാവും, ഓടക്കുള്ള വായിച്ചു കൊടുത്തിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു കുന്തമില്ല. അവനെപ്പോലുള്ള ആൾക്കാരെ ഇറക്കിയവരാരാണെന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. തനി കുണ്ടറാണ് അവൻ, യാതൊരു സംശയവുമില്ല. ഖത്തറിലല്ല, അയ്യോ ഞാൻ ഖത്തറിലല്ല, എവിടെ നിന്നായിരുന്നു ഇപ്പോൾ അത്? യെസ് ഐ റിമെമ്പർ ദാറ്റ്. ഞാൻ യാത്ര നടത്തിയപ്പം നല്ല തടിയും വലുപ്പമൊക്കെ ഉള്ളൊരു മനുഷ്യൻ, നല്ല പിന്നെ ഫെയർ കളറുമാണൊക്കെയാണ്. അയാൾ വന്നിട്ട് എന്നോട് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇയാൾ ബെഗ് ചെയ്യുന്ന അവസരത്തിൽ, പ്ലീസ് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾ എനിക്കൊരു ഉമ്മ തരുമെന്ന് ചോദിക്കുന്നു. എനിക്ക് നിങ്ങളുടെ താടി ഇഷ്ടമായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഈ മനുഷ്യന് മീശ ഉണ്ടെന്നേ. കാരണം വെച്ചാൽ അയാളുടെ ഉള്ളിലുള്ള ലൈംഗിക ബോധം ഒരു പെണ്ണിൽ നിൽക്കുക. ഞാൻ നിങ്ങൾക്ക് എന്തും ചെയ്തു തരാം എന്താ പറയണേ, എന്തും ചെയ്തു തരാം. അങ്ങനെ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഇല്ലാത്ത ആൾക്കാർ ഒരു പക്ഷേ എന്നെ കേട്ടിരിക്കുന്ന പ്രേക്ഷകരിലും വളരെ കുറവായിരിക്കും. രാജ്യത്തിന് പുറത്തൊക്കെ നിൽക്കുന്നവർക്ക് അത്ര ഉണ്ടാവില്ല. അറബി നാട്ടിലൊക്കെയാണെങ്കിൽ ഉണ്ടാവും. ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ പലപ്പോഴും ഈ വൃത്തിയിട്ടവന്മാരെ കാണാറുണ്ട്. എന്നുവെച്ചാൽ അവരുടെ ഫ്രസ്ട്രേഷൻ അത്രയും, അവരെ കുറ്റം പറയുന്നില്ല. പക്ഷേ അതിന് വേറൊരാളെ മേലെ ആരോപണം ഉന്നയിക്കരുത്. യഥാർത്ഥ ആരോപണങ്ങളുടെ മുന്നേ വഴിതിരിച്ച് വിടരുത്. അതാണ് നമ്മളെ പ്രശ്നം. ടിഷ്യൂ പേപ്പറിലാണ് ഇവന് നമ്പർ എഴുതി കൊടുത്തതെന്ന് രഞ്ജിത്തെന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവന് ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുക്കാൻ മാത്രമേ ഇവനുള്ളൂന്നേ. അതിവനപ്പം മനസ്സിലായില്ലേ? പിന്നെ ഇവൻ്റെ ന്യൂഡ് ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ അതിനെല്ലാം അഴിച്ച് നിന്ന് കൊടുത്തെങ്കിൽ അവനല്ലേ തന്നെ വൃത്തി കിട്ടവൻ. പിന്നെ അവനെന്തിനാ ഈ മാധ്യമങ്ങൾ പൊക്കിക്കൊണ്ടുപോകണേ? ന്യൂഡ് ഫോട്ടോസ് വേണമെന്ന് പറയുമ്പോൾ അപ്പോൾ എല്ലാം അഴിച്ച് കാണിച്ചു കൊടുക്കാൻ നിൽക്കുക. ന്യൂഡ് ഫോട്ടോസ് കണ്ടപ്പം ന്യൂഡ് ഫോട്ടോസ് വേറെ ആർക്കെങ്കിലും പിന്നെ രഞ്ജിത്ത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ തന്നെ പറയുന്നു വാട്സപ്പില്ല ഒന്നുമില്ല എന്ന്. പിന്നെ രഞ്ജിത്ത് എങ്ങനെ ഫോർവേഡ് ചെയ്തത്? ഇനിയിപ്പോൾ മെയിൽ അയച്ചു കൊടുത്തെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ന്യൂഡ് ഫോട്ടോസ് അയച്ചു കഴിഞ്ഞാലും, കാരണം ഇവന് പുരുഷ ലിംഗത്തിൻ്റെ ഒരു ഉപയോഗവും ഇല്ലാത്ത, അതിനുള്ള ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഈ ചാന്തുകൂട്ടൻ്റെ ഫോട്ടോ ഒരു പെണ്ണിന് അയച്ചു കൊടുത്തിട്ട് എന്ത് ഗുണം കിട്ടാനാ? അല്ലെങ്കിൽ രേവതിക്ക് അയച്ചു കൊടുത്തെന്നാണ് പറയണേ. രേവതി എന്തായാലും ട്രാൻസ് വുമൺ അല്ല, രേവതി ഒരു സ്ത്രീയാണ്. രേവതിക്ക് ഒരു പുരുഷൻ്റെ ആണെങ്കിൽ പിന്നെയും ഒക്കെ എൻജോയ് ചെയ്തെന്ന് പറയാം. എന്ത് ആരോ കൊട്ടേഷൻ കൊടുത്ത് പറയിപ്പിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള രഞ്ജിത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഞാൻ പിന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. പിന്നെ ഇവൻ പറഞ്ഞത് ഇവനെന്ത് പൗരുഷമല്ലേ അവൻ്റെ വർത്തമാനം കേട്ടതറിയില്ലേ? താനി ചാന്തുപൊട്ട് ഫ്രൂട്ടിസ്റ്റ്, ഓടക്കുള്ള വായന വിദഗ്ധൻ, വളരെ ആർജവത്തോടുകൂടി രംഗത്ത് വന്നിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ആൾക്കാരുടെ മനോവീര്യം തകർക്കാൻ വേണ്ടി സിനിമാ മേഖലയിലെ മാഫിയ തന്നെ കളിക്കുന്നുണ്ട്. സിദ്ദിഖും ദിലീപും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഗൂഢാലോചനകളിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നുണ്ട്. എന്തായാലും മോഹൻലാൽ കേസ് കൊടുക്കട്ടെ, മമ്മൂട്ടി കേസ് കൊടുക്കട്ടെ, അവന്മാരെ ഫാൻസ് കേസ് കൊടുക്കട്ടെ. എന്താ ഞാൻ തുടക്കം തൊട്ട് പറയണ്ടല്ലോ, ഷിറ്റു ഗോപിക്ക് എന്താ അത്ര വലിയ പൊള്ളാനുള്ളത്?
ഇവന്മാരെല്ലാം പിന്നെ കറക്ക് കമ്പനിയാണ്. ഇവന്മാരെല്ലാം കാണിക്കുന്ന തോന്നിയാസമാണ്. ഈ വൃദ്ധന്മാരായിട്ടുള്ള മലയാള സിനിമയിലെ ഈ രതി വൈകൃതമുള്ള ആൾക്കാരുടെ കൂട്ടായ്മ രഹസ്യമായ ഒരു ലോബിയിങ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവനെപ്പോലുള്ള ഓരോന്ന് ഇറങ്ങി വരുന്നത്. അപ്പം എന്ന് വെച്ചാൽ രഞ്ജിത്തിനെതിരെ വന്ന മറ്റേ ആരോപണം തെറ്റാണെന്ന് ആൾക്കാർക്ക് തോന്നിപ്പോകും. ഇത്രയേ ഉള്ളൂ. സൈക്കോളജിക്കൽ മൂവ്മെൻറ്റാണ്. ഇടവേള ബാബു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടവേളവുമായിട്ട് സംസാരിച്ചപ്പോഴും ന്യൂഡ് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവനെന്താ ഈ ന്യൂഡ് ഫോട്ടോസ് എടുത്തു കൊടുക്കണം? ഇവനല്ല, ഇവനാണോ ഇവളാണോ ഏത്? ഇവളൊന്നും ഒന്നും വിളിക്കാൻ പറ്റില്ല. ആണും പെണ്ണും കെട്ട കൊടുത്തവൻ എന്ന് പറയാനുള്ള പിന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ട്രാൻസ്ജെൻഡേഴ്സിൽ ഒരുപാട് ഞാൻ പറയില്ല. ആ കമ്മ്യൂണിറ്റിക്കകത്ത് ഒരുപാട് പേരോട് എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷേ ഇവന് ഇവൻ എന്നല്ല, പിന്നെ അറിയാതെ വന്നുപോയി. ഈ എരുമയ്ക്ക് ഇടവേള ബാബുവിനും വിളിച്ചപ്പോഴും അപ്പോൾ ഒരനുഭവം ഉണ്ടായി. പിന്നെ ആൾക്കാരെ പുറകെ പോകുന്നേ. ഇവർക്കൊക്കെ പറ്റുന്ന വിട്ടുതരം എന്താ പറയുക? ഇവർ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുമ്പോൾ ചോദ്യങ്ങൾ വരുമ്പോൾ ഇവരെ വായന അറിയാതെ വിട്ടുതരം വന്നു പോകുന്നുണ്ട്. ഓക്കെ, ഞാനും ബോയിയല്ലേ എന്ന് ചോദിച്ച്. നീ ബോയിയല്ല, നീ ഗേളുമല്ല, നീ മനുഷ്യനെ അല്ല. രഞ്ജിത്തിനെതിരെയുള്ള യഥാർത്ഥ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആരോ ഇറക്കി വിട്ട എല്ലാവർക്കും പിന്നെ ഈ ഓടക്കൊള്ളിൽ വായിച്ചു കൊടുക്കുന്ന തനി ഫ്രൂട്ടിസ്റ്റാണ്. പിന്നെ നിനക്ക് ഓറൽ സെക്സിൽ വേണമെങ്കിൽ ഒരു പക്ഷേ നീ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും, അതിനപ്പുറത്തേക്ക് നീ ഒരു കുന്തമല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ പേരിൽ അവൻ എനിക്ക് കേസ് കൊടുത്താൽ എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ളത് പറയും. തോന്നിയാസല്ലേ കാണിച്ചു, അതുകൊണ്ടാണ് പറയണത്. ഇത് കാണിച്ചാൽ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകാനുള്ള അവസരം ഉണ്ടാക്കുക, അതിനുള്ള കളി കളിക്കണേ. എന്തേ മമ്മൂക്ക തൊള്ളവർക്കില്ലല്ലോ? എന്തേ മോഹൻലാൽ ഉള്ളവർക്കില്ലല്ലോ? എന്തേ ഷിറ്റുഗോപി മാധ്യമപ്രവർത്തകർ ഉന്തിത്തള്ളി വിടുന്നത്? ഈ 3 എണ്ണത്തിനെ പിടിച്ചിട്ട് തന്നിട്ടുണ്ടോ? എന്താ മര്യാദയ്ക്ക് ചോദ്യം ചെയ്യണം. അപ്പം അറിയും കഥയൊക്കെ. ഇവന്മാരാരും വലിയ നല്ലവന്മാരൊന്നുമല്ല.